വളരെ സിമ്പിളായി തോന്നാമെങ്കിലും വളരെ പവർഫുൾ ആയിട്ട് അലർജി കുറയ്ക്കുന്ന കുറച്ച് ശീലങ്ങളുണ്ട്. ഏതാണെന്നറിയോ? ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ചായ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം ഗ്രീൻ ടീ കഴിക്കാൻ നോക്കുക. കാരണം ഗ്രീൻ ടീയിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന വഴി തന്നെ ഒരുപാട് ഇൻഫ്ലമേഷൻ ഇത് കുറയ്ക്കുന്നുണ്ട്. ഡെയിലി ഒരു നുള്ളു മഞ്ഞളെങ്കിലും ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം അതിൽ കുർക്കുമിൻ ഉണ്ട്. ഈ കുർക്കുമിൻ വളരെയധികം ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഡെയിലി എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുന്നത് വഴി തന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുവഴി തന്നെ അലർജിക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ശീലമാക്കി നോക്കുക. കാരണം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് വഴി തന്നെ ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയുന്നുണ്ട്. ഇത് അലർജിക്ക് മാത്രമല്ല ഒരുപാട് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ പോലും ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കേൾക്കുമ്പോൾ അധികം ആളുകളും മുഖം ചുളിക്കാറുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാവുന്ന രീതി പറയാം. 7 മണിക്ക് ശേഷം ഡിന്നർ സ്റ്റോപ്പ് ചെയ്യുക. രാവിലെ 9 മണിക്ക് ശേഷം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 14 മണിക്കൂറോളം നിങ്ങൾക്ക് ഒരു ഫാസ്റ്റിംഗ് എഫക്ട് കിട്ടുകയാണ്. ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുക മാത്രമല്ല ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ബോഡിയിൽ ഉണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് അയൺ കുറവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ അതൊക്കെ യഥാക്രമം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന വഴി തന്നെ അലർജിക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ അലർജിയെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഇന്ന് തന്നെ സെൻഡ് ചെയ്തോളൂ.